ദൈവവചനം എങ്ങനെ ധ്യാനിക്കണം? അതിനെക്കുറിച്ചാണ് ഈ രാത്രി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ദൈവവചനം ധ്യാനിക്കുവാൻ പലപ്പോഴും നമുക്ക് അറിയാറില്ല. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് നമ്മൾ നോക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ആണ് നമ്മൾ ദൈവവചനം വായിക്കേണ്ടത്, ഇല്ലെങ്കിൽ ദൈവവചനം പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് ദൈവവചനം അത് നമുക്ക് തന്നിരിക്കുന്നത് അതൊരു വെറും ഒരു പുസ്തകമായിട്ടല്ല, അതൊരു പുതിയ സൃഷ്ടിയുടെ നിയമപരമായ അവകാശമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതൊരു ലീഗൽ റൈറ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിയമപരമായ അവകാശമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് നിയമപരമായി അവകാശമായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു നിയമപരമായ ഒരു അവകാശം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നാം ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതെല്ലാം നമ്മൾ മാറി, ഇതാ ദൈവം നമ്മളെ പുതുതാക്കി ദൈവം മാറ്റുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:7 ഇപ്രകാരമാണ് പറയുന്നത്, അതുകൊണ്ട് നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവ അവകാശിയും ആകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവിടെ പറയുകയാണ്, നാം ഇനി എന്തല്ല, നമ്മളിനി ദാസനല്ല, നമ്മളിനി ദൈവത്തിൻ്റെ ദാനമായ പുത്രത്വത്തിൻ്റെ അവകാശികളായി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു മുടിയനായ പുത്രൻ എന്നതിനെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. എന്നാൽ അവിടെ നമ്മൾ മുടിയനായ പുത്രനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവനെ നിയമപരമായി അവൻ തിരിച്ചു വന്ന സമയത്ത് മകൻ എന്ന പദവി ദൈവം അവൻ്റെ പിതാവ് കൊടുക്കുകയാണ്. 1, അവനൊരു അങ്കി കൊടുക്കുന്നു. 2, അവനൊരു മോതിരം കൊടുക്കുന്നു. ഇത് പുതിയ അല്ലെങ്കിൽ നിയമപരമായ ഒരു പുത്രത്വത്തിൻ്റെ അടയാളമായിട്ടാണ് വേദപുസ്തകത്തിൽ അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത്, നമ്മളിനി ദാസനല്ല, നമ്മളിനി ഒരു പുത്രനാണ്. ആ പുത്രൻ എന്നൊരു വെളിപ്പാടോടെയാണ് നമ്മളിനി ദൈവവചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുപോലെ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കണം. പക്ഷേ നാം പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാണ്, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലുള്ള വ്യക്തികളാണ്. അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടോടെയാണ് പഴയ നിയമം നമ്മൾ വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവവചനം ധ്യാനിക്കും തോറും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ അകത്ത് വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികളെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമാണ്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ആഗോളം അനുഭവിപ്പാൻ ദൈവവചനത്തിലൂടെ ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ കേവലം വെറുതെ ദൈവവചനം മാത്രം ഇങ്ങനെ വായിച്ച് നമ്മൾ പോകാറുണ്ട്. നമ്മൾ ഒത്തിരി വായിച്ചിട്ടും പലരും വേദപുസ്തകം വായിക്കാറുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർ, ക്രൈസ്തവരെല്ലാവരും ദൈവവചനം വായിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അത് കേവലം വെറുതെ വായിച്ച് വിട്ടിട്ട് അതിനകത്തുനിന്നൊന്നും നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ ഇതെന്നോടാണ് സംസാരിക്കുന്നത് എന്ന് ധ്യാനത്തോടെ നമ്മൾ വായിക്കുമ്പോൾ, അത് വചനം പറയുന്ന നമ്മൾ അതിനെ ധ്യാനിക്കുമ്പോൾ, അതിനെ ഭക്ഷിക്കുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയാകും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. എപ്പോഴും ദൈവവചനം നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പുത്രനാണ്. നമുക്ക്
നമുക്ക് വേദപുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് പുത്രൻ എന്ന വെളിപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ ദൈവവചനം ധ്യാനിച്ചാൽ നമുക്കത് മനസ്സിലാകാനായിട്ട് പറ്റൂ. ഇല്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ ദൈവവചനത്തിലൂടെ നമുക്ക് തരുമ്പോൾ, ഒരു ഭിക്ഷക്കാരൻ യാചിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ യാചിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരം തന്നിട്ടുണ്ട്. നമുക്കൊരു പുത്രനായിരിക്കുമ്പോൾ ദൈവം നമുക്കൊരു പുത്രന് ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ദാസന് അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലെല്ലാം കൂലിക്കാരുണ്ട്, വേലക്കാരുണ്ട്, ദാസനുണ്ട്, ഒന്നാം മകനുണ്ട്. അപ്പോൾ ഒരു കൂലിക്കാരനോ അല്ലെങ്കിൽ ദാസന് കിട്ടുന്നത് പോലെ അവകാശം എന്ത് ചെയ്യില്ല, അങ്ങനെയല്ല മകന് കിട്ടുന്നത്. മകനെന്ന് പറയുന്നത് പിതാവിന് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശി പുത്രനായിരിക്കും. എന്നാൽ ദാസൻ അങ്ങനെയല്ല. ആ വീട്ടിലുള്ള ദാസന് അങ്ങനെയല്ല. ആ ദാസന് അവന് കൂലി മാത്രമേ അവന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അവന് മകൻ എന്ന പദവി എന്ത് ചെയ്യില്ല, അവന് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ദാസനല്ല, നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഒരിക്കലും ഒരു വലിയൊരു അടിമ ഒരു തോട്ടത്തിൽ തൻ്റെ ഒരു ഉടമസ്ഥൻ്റെ കീഴിൽ വർഷങ്ങളോളം ജോലി ചെയ്യുവാനും അധ്വാനിപ്പാനിടയായി തീർന്നു. ഒരുപാട് വർഷക്കാലം ഈ മനുഷ്യൻ വിശ്വസ്തയോടെ ജോലി ചെയ്തതായിട്ടുള്ള ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കണ്ടിട്ട് ഈ മനുഷ്യന് ഒത്തിരി വസ്തുവകകളുള്ളത് കൊണ്ട് ഈ ദാസന് ഇദ്ദേഹത്തിൻ്റെ ആ വസ്തു എഴുതി കൊടുക്കുവാനിടയായി തീർന്നു. കാര്യം ഈ മനുഷ്യന് ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും അവൻ്റെ മക്കൾക്ക് കൊടുത്തതുപോലെ ഈ ദാസനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് ഈ ദാസനും അതുപോലെ ഒരു വസ്തു എഴുതി കൊടുക്കാനിടയായി തീർന്നു. എന്നാൽ ഈ ദാസന് അത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. ആ കൈയിരിക്കുന്ന രേഖയെക്കുറിച്ച് ആ മനുഷ്യന് ഇതില്ല. കൈ കൊടുത്തപ്പോഴും ആ രേഖയെക്കുറിച്ച് ആ മനുഷ്യന് തക്കതായ ബോധ്യമുണ്ടായിരുന്നില്ല, ജ്ഞാനമുണ്ടായിരുന്നില്ല, വെളിപ്പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ മരിക്കുന്നത് വരെയും ഒരു ദാസനെ പോലെ ജീവിച്ചു. കാര്യം ഈ ഭൂമിയിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതായ നന്മകളൊന്നും തനിക്ക് അനുഭവിപ്പാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ദാസനായിട്ടല്ല, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മകനായിട്ട് എന്നത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവവചനം മാത്രമേ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അത് ദൈവവചനം ഇങ്ങനെയാണ് ഞങ്ങൾ പറയാറുള്ള തിങ്ക് ആൻഡ് റീതിങ്ക്. ഒരേ വചനം നമ്മൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. ഒരു പാരഗ്രാഫാണ് വായിക്കുന്നതെങ്കിലും അതിലൂടെ പരിശുദ്ധാത്മാവേ അങ്ങനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വളരെ പ്രാർത്ഥനയോടെ അതിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തതായ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്താലാണ് നമ്മൾ വായിക്കേണ്ടത്. വിശ്വാസത്തിനെ പറ്റി ഭക്തന്മാരായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതൊരു ആറാമത്തെ സെൻസാണ്, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡയമെൻഷനായിട്ട്, അല്ലെങ്കിൽ ഫിഫ്ത്ത് സെൻസിനെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് പലപ്പോഴും കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാതെ ദൈവവചനത്തിൽ അതിനെ വിശ്വാസത്തോടുകൂടി, വിശ്വാസം എന്ന് പറയുന്നത് അതൊരു അടുത്തൊരു ഇന്ദ്രിയം പോലെയാണ്. അപ്രകാരം നമ്മൾ ആ ദൈവവചനം എന്ത് പറയുന്നു അത് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് പത്രോസിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. പത്രോസ് നോക്കിയപ്പോൾ കാറ്റും കടലും ഒക്കെ കാണാനിടയായി തീർന്നു. പത്രോസ് ആ കാറ്റും കടലും കണ്ട സമയത്ത് അവൻ എന്ത് ചെയ്തു? അവൻ വെള്ളത്തിലേക്ക് വീണുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അവൻ സാഹചര്യങ്ങളെ നോക്കി, അവൻ ദൈവത്തെ നോക്കിയില്ല എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നാം ദൈവവചനത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇല്ല നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കി, നമുക്ക് സാമ്പത്തികമില്ലല്ലോ, നമുക്ക് ജോലിയില്ലല്ലോ, ഞാൻ ഭാവി എന്തായിത്തീരും എന്നതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തേയില്ല. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മളൊരു ആഹാരമാണ്. നമ്മളെല്ലാ ദിവസവും 3 നേരം ആഹാരം കഴിക്കും, 4 നേരം ആഹാരം കഴിക്കും. പക്ഷേ ഈ ആഹാരമാണ് നമ്മുടെ ശരീരത്തെ ബിൽഡ് ചെയ്യുന്നത്. ഓരോ സെല്ലുകളെ ശക്തീകരിക്കുന്നത്, അസ്ഥികളെ, മാംസത്തെ, മജ്ജയെ എല്ലാം ശക്തീകരിക്കുന്നത് ഇതാണ്.
എന്ന് പറഞ്ഞതുപോലെ ദൈവവചനമാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ടല്ല, നമ്മൾ ഹല്ലേലൂയ ദൈവവചനം പറയുന്നതിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പ്ലെയിൻ ഓട്ടിക്കുന്ന പൈലറ്റുമാരെ കണ്ടിട്ടുണ്ടാകും. അവരെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ടല്ല അവർ പ്ലെയിൻ പറത്തുന്നത്. കാര്യം അവൻ്റെ മിഷൻ ഇല്ലെങ്കിൽ അവർ കാണുന്ന റഡാർ വഴി അവർ നോക്കും. നോക്കിയിട്ട് അത് പറയുന്നത് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്ലെയിൻ പറത്തുന്നതും പ്ലെയിനിൻ്റെ അത് ദിശ മാറ്റുന്നത് ഒക്കെ ചെയ്യുന്നത്. ഈ റഡാർ പറയുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നതായിട്ടുള്ള കമാൻഡുകൾ കൊണ്ടിട്ടാണ് ഒരു പ്ലെയിനിനെ നിയന്ത്രിക്കുന്നത്. അപ്രകാരം തന്നെ നമ്മൾ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. എപ്രകാരമാണ് ഒരു പൈലറ്റ് തൻ്റെ ആ റഡാർ ഇല്ലെങ്കിൽ ആ മിഷൻസിനെ വിശ്വസിക്കുന്നു, അപ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5:7 പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ല. ഹല്ലേലൂയ. ദൈവവചനം എന്ത് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കണം. വചനം പറയുന്ന എബ്രായർ 11:1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു കഥ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരിക്കലും ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കൽ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ പുറത്ത് ഒരു ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ താക്കോൽ പഴുതിലൂടെ നോക്കുകയാണ്. താക്കോൽ പഴുതിലൂടെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുലി നിൽക്കുന്നത് പോലെ, ഒരു ടൈഗർ നിൽക്കുന്നത് പോലെ ഈ മനുഷ്യൻ കാണാനിടയായി തീർന്നു. ഇത് കണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഭയന്ന് അവനെ തന്നെ പേടിച്ച് അവൻ പരിഭ്രാന്തനായി മാറാൻ തുടങ്ങി. അവൻ ആ വീട്ടിനകത്തിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാര്യം എന്താണ്, താൻ താക്കോൽ പഴുതിലൂടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു പുലി അല്ലെങ്കിൽ ഒരു കടുവ നിൽക്കുന്നത് പോലെ ഒരു കാഴ്ചയാണ് കണ്ടത്. ശരിക്കും അവൻ കണ്ണുകൊണ്ട് നോക്കിയത് ശരിയാണ്. പക്ഷേ ശരിക്കും അവൻ താക്കോൽ പഴുതിലൂടെ നോക്കിയ സമയത്ത് ഹല്ലേലൂയ ആ കണ്ണ് കണ്ടത് ശരിക്കും ആ പുള്ളിയുടെ വ്യക്തിയുടെ മകനോ മകളോ ഒരു ചിത്രം വരച്ചിട്ട് ഒട്ടിച്ച് ആ ഭിത്തിയിൽ വച്ചിരുന്നു. ഈ മനുഷ്യൻ താക്കോൽ പഴുതിലൂടെ നോക്കുന്ന വെളിയിലേക്ക് നോക്കുമ്പോൾ കണ്ടത് പെട്ടെന്ന് എന്താണ്, ആ പടമാണ് കണ്ടത്. ആ പടത്തെ കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇതാ കടുവ വന്ന് നിൽക്കുന്നു എന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. അതുപോലെയാണ് നമ്മൾ കാണുന്ന കാര്യമല്ല അതിനെ വിശ്വസിക്കേണ്ടത്. ദൈവവചനം പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിലാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വലിയൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ക്രിസ്തുവിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ആരിലാണ് ആയിരിക്കുന്നത്? യേശു ക്രിസ്തുവിലാണ്. ഇൻ ക്രൈസ്റ്റ് റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ നമുക്കറിയാം. 1 ശമൂവേൽ 17 തന്നെ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമാണ്. ദാവീദ് ഗോലിയാത്തിനെ കാണുന്ന സമയത്ത് അവനൊരാട്ടിടയനാണ് എന്ന് അപ്പോൾ ചിന്തിക്കാനായിട്ട് നിന്നില്ല. മറിച്ച് അവൻ ദൈവത്തോടുള്ള ഒരു ഉടമ്പടി, ഹല്ലേലൂയ, ഉടമ്പടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊരു ബോധ്യം അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ യുദ്ധം ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവവൈതനെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ക്രിസ്തുവിലാണ് നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ആരായിട്ട് ജീവിക്കണം? നമ്മളൊരു ദൈവ പൈതലായി നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവ പൈതൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത്? ദൈവ പൈതലിന് ആരാധനയുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം, ദൈവവചന ധ്യാനവും പഠനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഈ ദൈവവുമായിട്ട് പ്രാർത്ഥനയെന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, ബ്രദർ എനിക്ക് നല്ല ജോലി കിട്ടണം, എനിക്ക് കുടുംബജീവിതം ഉണ്ടാകണം, എനിക്ക് അത് ചെയ്യണം, എനിക്കിത് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പലപ്പോഴും എന്തെങ്കിലും കിട്ടാറില്ല. ദൈവത്തിൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആയിരിക്കണം, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഗ്രഹങ്ങളും വിടുതലും കടന്നു വരുന്നത്. നമുക്ക് എത്രത്തോളം പലപ്പോഴും പല വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ബ്രദർ, ഈ പ്രാർത്ഥിക്കാനൊന്നും വയ്യ, ബ്രദർ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും വിടുതൽ തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, എനിക്ക് ആരാധിക്കാനായിട്ട് പോയി, ആരാധനയിൽ എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ബ്രദർ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് വിടുതൽ തന്നാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഓരോ പ്രാവശ്യവും ബ്രദർ എന്ത് ചെയ്യാം, ബ്രദർ പ്രാർത്ഥനയെ വിഷയമായിട്ട് ഞാൻ ബ്രദറിൻ്റെ അടുക്കൽ കടന്നു വരാം, ബ്രദർ പ്രാർത്ഥിക്കുക, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് വിടുതൽ വേണം. അങ്ങനെയല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവർ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണം. അവർ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പിശാച് ആ വ്യക്തി എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യാനിടയായിത്തീരും. ആ പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ആരാധനയെ മുടക്കുന്നത്, ആരാധിക്കാനായിട്ട് പോകത്തില്ല, ഞായറാഴ്ച കഴിഞ്ഞാൽ ആരാധനയ്ക്ക് പോകത്തില്ല, ആരാധനയിൽ പോകാനായിട്ടുള്ള മടി, അത് തന്നെ പിന്മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവവചനം ധ്യാനിക്കാനോ പഠിക്കാനോ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായിട്ട് പോലും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനുണ്ടെന്ന് വിചാരിക്കണം, എത്ര മണിക്കൂർ വാചകം ഓടിക്കും,
എത്രയോ മണിക്കൂർ കണക്ക് നമ്മൾ സംസാരിച്ചാലും നമുക്ക് കൊതി തീരില്ല. പക്ഷേ പരിശുദ്ധാത്മാവുമായി യേശുവുമായിട്ട് ഒരു കോൺവെർസേഷൻ ആണ് പ്രാർത്ഥന. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീരാനിടയായി തീരും. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഒരു മിഷൻ ട്രിപ്പുമായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മദിരയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനിടയായി. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത്, പല വിശ്വാസികളും, പല ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ പോലും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. അവർക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മെസ്സേജ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, ശുശ്രൂഷ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് എന്തില്ല, പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, വ്യക്തിപരമായി പ്രാർത്ഥനയെന്ന് പറയുന്നത് ആ പ്രാർത്ഥനയാണ് നമ്മളെ പണിയുന്നത്. ഒരാൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ വരും. അത് പിറ്റേ ദിവസം, ഒരു ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വരുന്ന അനുഗ്രഹമല്ല പറയുന്നത്. ആ അനുഗ്രഹം അത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നന്മകളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകുന്നത്. ഒരിക്കലും ഒരു രാജാവിൻ്റെ മകൻ ഒരു വേഷം ധരിച്ച് ഒരിക്കലും ഒരു ഗ്രാമത്തിലേക്ക് പോകാനിടയായി തീർന്നു. ഗ്രാമത്തിൽ പോകുന്ന സമയത്ത് ഈ രാജകുമാരൻ്റെ കയ്യിൽ ഒരു രാജാവിൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു, ആ റിങ് ഇട്ടിട്ടുണ്ട്. അതാണ് രാജകുമാരന് കിട്ടിയിരിക്കുന്ന അധികാരം. എന്നാൽ ഇവൻ ഈ വെപ്രാളം കൊണ്ടിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, ഈ മോതിരം ഊരി വയ്ക്കാൻ മറന്നുപോയി. രാജാവ് വേഷം മാറി പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് രാജകുമാരൻ ഭിക്ഷക്കാരനെ പോലെ വേഷം ധരിച്ച് പോകുമ്പോൾ ആൾക്കാർക്കത് മനസ്സിലായി. കാര്യം എന്തെന്നറിയാമോ, ആൾക്കാർ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു അധികാരം കിടപ്പുണ്ട്, ഈ അധികാര മോതിരം കിടക്കുന്നുണ്ട്. അപ്പോൾ പലരും വന്നിട്ട് പറയുകയാണ്, രാജകുമാരൻ എന്താണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ തിരിച്ചറിയാനായിട്ട് പറ്റിയത്? കാര്യം ഞാനൊരു ഭിക്ഷക്കാരനെ പോലെയാണല്ലോ നിങ്ങളുടെ അടുക്കൽ വന്നത്, നിങ്ങളെന്നെ തിരിച്ചറിയാൻ പറ്റിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നതായിട്ടുള്ള ഈ മോതിരമാണ് ഇതിൻ്റെ അടയാളം. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. ഈ അധികാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത് നമ്മൾ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. എഫീസ്യർക്കെതിരെ ലേഖനം 1:3 പറയുന്നു, ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. കൊലോസ്യർ 1:13 പറയുന്നു, അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മൾ ഹല്ലേലൂയ നമ്മൾ ഇരുട്ടിൽ നിന്ന് ആണ് ദൈവം നമ്മെ വിടുവിച്ചത്. ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്നും അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ ഹല്ലേലൂയ രാജ്യത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സ്നേഹമുള്ള ദൈവമാണ്. ഹല്ലേലൂയ, സ്നേഹമുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. നീ നിൻ്റെ എല്ലാ ബലഹീനതയോടും സ്നേഹിക്കും. ഞാൻ പറയട്ടെ, പലരും വന്നിട്ട്, ഞാനൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ പലരും വന്നിട്ട് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ആ പെങ്കൊച്ച് അല്ലെങ്കിൽ ഈ പയ്യൻ എൻ്റെ ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സകലതും തകർന്ന് തരിപ്പണമായിട്ട് എല്ലാം പോയിട്ട് അവസാനം വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം അവർ ചിന്തിക്കുന്നത്, ഒരിക്കലും എൻ്റെ കൂടെ പഠിച്ചതായ ഒരു സഹോദരി, ആ സഹോദരി പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു, ആരാധനയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിൽ അവൾ ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നെങ്കിലും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമില്ലാത്തത് കൊണ്ട്, കാര്യം പ്രാർത്ഥനയില്ല, വ്യക്തിപരമായ സ്നേഹബന്ധം ഇല്ല എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് കുറച്ച് സമയമെങ്കിലും വേർതിരിച്ച് പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവളൊരു തെറ്റായ ഒരു വിവാഹത്തിലേക്ക് പോകാനിടയായി തീർന്നു. ഒരു അക്രൈസ്തവനായ ഒരാളുടെ അടുക്കിലേക്ക് പോകാനിടയായി, അവളുടെ ഭാവി തകർന്നു, അവളുടെ വിദ്യാഭ്യാസം തീർന്നു, അവളുടെ ജീവിതം തകർന്നു, അവൾ പാപത്തിലേക്ക് പോകുന്നത് കാണാനിടയായി തീർന്നു. പ്രിയ ദൈവവൈദ്യനെ, നമ്മളെ ദൈവം സ്നേഹസ്വരൂപനായ ദൈവമാണ്. ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല നമ്മൾ മനസ്സിലാക്കണം. പിശാചാണ് നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും ഇതെല്ലാം കൊണ്ടിടുന്ന പൈശാചികമായ പദ്ധതികളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ജയമെടുത്ത് നമ്മൾ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ വ്യക്തിപരമായി വ്യക്തിപരമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഈ ദൈവവചനം
പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ ദൈവവചനം വായിക്കുമ്പോൾ പൗലൂസിനോടായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ പത്രോസിനോടത്തായിരിക്കാം പറയുന്നത്, മോശയോടായിരിക്കാം പറയുന്നത്, യോശുവയുടെ അടുക്കലാണ് പറയുന്നത്. പല ഭാഗങ്ങൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമ പ്രവാചകൻ്റെ കൂടെയാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമ പ്രവാചകൻ്റെ കൂടെയല്ലേ പറയുന്നത്, അതുകൊണ്ട് എനിക്കെന്താണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ദൈവം നമുക്ക് പഴയ നിയമത്തിലാകട്ടെ, ഹല്ലേലൂയ, പുതിയ നിയമത്തിലാകട്ടെ, ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് അത് എന്നോടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനെ ധ്യാനിച്ചാൽ, ഹല്ലേലൂയ, ആ വചനത്തിൽ, ഹല്ലേലൂയ, നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹത്തെ, നന്മയെ, വിടുതലിനെ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, വിശ്വാസത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മല ഇവിടെ നിന്ന് മാറി കടലിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വാസത്തോടെ നമ്മൾ പറയണം. നമ്മൾ പറയുകയാണ് അത് വേറെ ആർക്കോ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിനെ നോക്കി ഒരു ഭിക്ഷക്കാരനെ പോലെ നമ്മളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ അധികാരത്തോടെ യേശുവിൻ്റെ നാമം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പുറത്താക്കാനിടയായി തീരണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ദൈവവചനം നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമെന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ, ഹല്ലേലൂയ, അവിടെ ഒരു രക്തസ്രാവം പിടിച്ച ഒരു സഹോദരിയെ കാണാം. അവൾ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസത്തോട് പറഞ്ഞുകൊണ്ട് പോയി, ഹല്ലേലൂയ, യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ അനേകരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ സൗഖ്യം ആരിൽ നിന്ന് പുറപ്പെട്ടു, യേശുവിൽ നിന്ന് പുറപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടർമാർ എന്ത് ചെയ്യും, നമുക്ക് മരുന്നിനെ ചീട്ടകെട്ടി തരാറുണ്ട്, കുറിപ്പടി തരാറുണ്ട്. അപ്പോൾ ആ കുറിപ്പടി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ആ കുറിപ്പടി നമ്മൾ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് സൗഖ്യം നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. അത് കൊണ്ടുപോയി ഫാർമസി കൊടുത്തിട്ട് നമ്മൾ ആ മരുന്ന് വാങ്ങിച്ചിട്ട് ആ മരുന്നിനെ നമ്മൾ ഭക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ്. ഭക്ഷിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് സൗഖ്യമാക്കി തീരുവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം ഭക്ഷിക്കുമ്പോൾ അത് എൻ്റേതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് വിടുതൽ വരുന്നത്. സങ്കീർത്തനം 21:1 പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ, ഇത് ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ദാവീദ് ഇടയനായിരിക്കും. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്, അത് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് ദാവീദ് പറയണം. അത് ദാവീദിൻ്റെ ഓടയിലെ പറയുന്നത്, ദാവീദാണല്ലോ പറയുന്നത്. എനിക്കെന്ത് കാര്യമെന്നല്ല, അത് എന്നോട് ഞാൻ പറയുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ഇടയനാണ്, എൻ്റെ വലിയ ഇടയനായിരിക്കുന്ന എൻ്റെ യേശു അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എനിക്കെന്തില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എന്തില്ല, മുട്ടുവരുത്തില്ല. എൻ്റെ സാമ്പത്തിക മേഖലയിൽ, ഭൗതിക മേഖലകൾ, ആത്മീയ ജീവിതത്തിൽ, സകലത്തിലും എന്തെങ്കിലും ഒരു മുട്ട് വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാകണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഫിലിപ്പിയർ 4:13 പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ ശക്തനാക്കുന്ന യേശു മുഖാന്തരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സകലത്തിലും മതിയാകുന്നു. വചനം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലതും സാധ്യമായി തീരുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് എന്നോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കണം. ഞാൻ പറയട്ടെ, ദൈവവചനം വായിക്കാത്ത ഒരു വ്യക്തി ആത്മീയത്തിൽ വളരുത്തേയില്ല. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കാത്ത ഒരു വ്യക്തി, വചനം ധ്യാനിക്കാത്ത ഒരു വ്യക്തി, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അനുഗ്രഹത്തിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളെല്ലാം കഥ വായിക്കുന്നത് പോലെ പഴയ നിയമമെല്ലാം വായിക്കും, കഥകളെല്ലാം അറിയാൻ പറ്റും. പക്ഷെ അത് ആരോടാണ്, അത് എന്നോടാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ദൈവവചനം നമ്മൾ വായിക്കേണ്ടത്. ഹല്ലേലൂയ. അതിൻ്റെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു താരതമ്യമുണ്ട്, ഐഡൻറ്റിഫിക്കേഷനാണ്. അതിലൊരു കാര്യം, ആരിലാണ് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്, നമ്മൾ താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. ആരോടാണ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ വന്നിരിക്കുന്നത് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലാണ് നാം അവനോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു.
ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പഴയ മനുഷ്യനല്ല, ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നമ്മളൊരു ഒരു കൊമ്പിനെ എപ്രകാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ഹല്ലേലൂയ നമ്മളെ വച്ചിരിക്കുന്നത്, അതുപോലെയാണ് ദൈവം നമ്മെ എന്ത് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാട്ടത്തിയായിരുന്നു, നമ്മൾ എന്തിരിക്കുന്നു, നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മളെ ചേർത്ത് നമ്മളെ പണിതിരിക്കുകയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സംഖ്യാപുസ്തകം 21 നമുക്ക് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു താമ്ര സർപ്പത്തെ ഹല്ലേലൂയ ഉയർത്തുന്നത് കാണാനായിട്ട് സാധ്യമാണ്. അപ്പോൾ മരത്തിന്മേൽ തൂങ്ങിയ പാമ്പിനെ നോക്കിയവരെല്ലാവരും എന്ത് ചെയ്യുന്നു, അവർ ജീവൻ പ്രാപിപ്പാനിടയായി തീർന്ന ആ സന്ദർഭമല്ല നമുക്കറിയാം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും നമ്മൾ ഏകീഭവിച്ചവരാണ് എന്നൊരു വെളിപ്പാടോടെയാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളൊരു ഇരുമ്പും തീയും കൂടെ ഒരു കഷ്ണം ഇരുമ്പ് തീയിലിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ഇരുമ്പ് ചുവന്ന് അത് തുടുക്കുവാനിടയായി തീരും. ഇരുമ്പ് തീയുടെ സ്വഭാവം ലഭിക്കുമ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യാം, തീരെ കളറായി മാറും എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ. അത് തീ പോലെ നമുക്ക് തോന്നും, പക്ഷേ എന്താണ്, ഇരുമ്പാണ്. പക്ഷേ അത് തീയിലേക്ക് വരുമ്പോൾ ഇരുമ്പിൻ്റെ അതേ കളറ് പ്രാപിക്കുന്നത് പോലെയാണ് നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും ശക്തിയും അവൻ്റെ സ്വഭാവവുമായി നാം മാറുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ദൈവവചനം കൊണ്ട്, നമ്മുടെ വെളിപ്പാട് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് പുതുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, മനസ്സിവിടെയല്ല ഇരിക്കുന്നത്, മനസ്സിവിടെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ മനസ്സ് പലപ്പോഴും മാറും. ഈ മനസ്സിലാണ് പല ചിന്തകൾ വരുന്നത്, പല പ്രലോഭനങ്ങൾ ആദ്യം ചിന്തകളായിട്ടാണ് വരുന്നത്, പല ടെൻഷനുകളും വരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിലാണ്, പലപ്പോഴും നമ്മൾ പ്രയാസമുണ്ടാക്കുന്ന മനസ്സിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയാറുണ്ട്, ഈ ദൈവവചനം വായിക്കുമ്പോൾ അത് മനസ്സിനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, മനസ്സിനെ പുതുക്കുക മാത്രമല്ല, അതൊരു കേവലം ഒരു അറിവായി മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കാതെ അത് വെളിപ്പാടായി നമുക്ക് തിരിച്ചറിയണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ പോയി ചില കാര്യങ്ങൾ പറഞ്ഞ് വചനം പറഞ്ഞ് തർക്കിച്ചു കൊണ്ടേയിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ, എപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടേയിരിക്കും, ചില കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇവർ അറിവുകളാണ്, പക്ഷേ അവർക്കൊരു വെളിപ്പാടായിട്ട് എന്തില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ വെളിപ്പാടാകണമെങ്കിൽ ഈ തലയിൽ നിന്നും ഈ ദൈവവചനം ഇറങ്ങി അത് ഹൃദയത്തിലേക്ക് നമുക്ക് വരണം. എങ്കിൽ മാത്രമേ അതൊരു വെളിപ്പാടായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ എമ്മോസിലേക്കുള്ള യാത്രയിലുള്ള ശിഷ്യന്മാരെ നമുക്ക് കാണാം. അവർ ദൈവവചനം ധ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു, അവരുടെ ഹൃദയം ജ്വലിച്ചതായിട്ട് ദൈവവചനം പറയുന്നു. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം, അത് കത്താനിടയായി തീരും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. റോമർക്ക് ലേഖനം 12:2 പറയുന്നു, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിന് പ്രാർത്ഥിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, വെളിപ്പാടിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് വായിക്കുമ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും, ദൈവിക വെളിപ്പാട് കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇപ്രകാരമാണ് ഈ ദൈവവചനം വായിക്കേണ്ടത്. ഈ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവവചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സ്വർണ്ണ കട്ടി തേടിയിട്ട് ഒരു മനുഷ്യൻ ഒരു പറമ്പ് കുഴിക്കാനിടയായി തീർന്നു. കുറേ കുഴിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, ഇവിടെ എന്തില്ല, ഇവിടെ സ്വർണ്ണമുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ മനുഷ്യൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുഴിക്കുകയാണ്. അവസാനം കുഴിച്ച് അവസാനം ആ സ്വർണ്ണത്തിൻ്റെ നിധി കണ്ടെത്താൻ ഇടയായി തീർന്നു. അപ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ നിധി കണ്ടെത്തി നോക്കിയ സമയത്ത് അത് മണ്ണ് പോലെയാണ് ഇരുന്നത്. ആ മനുഷ്യന് മനസ്സിലായില്ല. പക്ഷേ എന്തോ വെയിറ്റുള്ള സാധനമായിട്ട് ആ മനുഷ്യൻ അതിനെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു. അതിനെ വെള്ളത്തിലിട്ട് അത് കഴുകി തുടയ്ക്കാൻ കഴുകി അത് മാറ്റിയ സമയത്താണ് അതിനകത്തുനിന്ന് ആ സ്വർണം യഥാർത്ഥമായി തെളിഞ്ഞു വരാനിടയായി തീർന്നു. അതുപോലെയാണ് നമ്മൾ ദൈവവചനം നമ്മൾ കേവലമായി മാത്രം വായിക്കാതെ അത് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ വലിയ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് നമുക്ക്
ഇടയായിത്തീരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവവചനം സംസാരിക്കുന്നത് ദൈവവചനമായി തന്നെ നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. നമ്മൾ ഒരു പക്ഷേ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, ആകുലതയോടെ ഇരിക്കുമ്പോൾ, വേദനയോടെ ഇരിക്കുമ്പോൾ, നിരാശയോടെ ഇരിക്കുമ്പോൾ ദൈവവചനം പെട്ടെന്ന് ഒരു ശബ്ദമായി നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വചനം പറയുന്നു, യോഹന്നാൻ 6:63 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു, ആത്മാവും ജീവനുമാകുന്നു ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജീവനാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അതിന് ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആത്മാവും ജീവനുമാണ്. അത് നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മരിച്ചു കിടക്കുന്നിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളവരായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അതിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അത് ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെ വേർപിരിപ്പാൻ തുളച്ചു കയറുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് ദൈവവചനം ഹല്ലേലൂയ കേൾക്കുവാനും ധ്യാനിപ്പാനും നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കണം. ഒരു മനുഷ്യൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ചില ആൾ ആ വ്യക്തി എൻ്റെ ദൈവദാസന്മാരെല്ലാം വിമർശിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അയാൾ വിശ്വാസത്തിൻ്റെ വചനങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ വചനം നമ്മൾ കേട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം എന്നറിയാനിടയാണ്, വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗങ്ങൾ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം, പഠിക്കുകയും നമ്മൾ ചെയ്യണം. അപ്പോൾ വിശ്വാസത്തിൽ ഉള്ള വ്യക്തികൾ പോലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാറുണ്ട്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. ഈ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കേൾക്കരുത്. അവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും അതെന്ത് ചെയ്യാൻ പറ്റും, അത് അത് എന്ത് ചെയ്യാൻ പറ്റും, അത് തകർന്നു പോകാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവരുടെ കയ്യിലും മൊബൈലുകളുണ്ട്. അതിന് FM എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഓരോന്നിടത്തിന് ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ റേഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീക്വൻസികളുണ്ട്. അപ്പോൾ ഓരോ FM മാറ്റുന്ന സമയത്ത് അതിനെന്തുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് അതിലേക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവവചനം, ദൈവത്തിൻ്റെ വചനം നമ്മൾ തുറക്കുന്ന സമയത്ത് ദൈവവചനത്തിന് വേണ്ടി യൂട്യൂബ് ആകട്ടെ മറ്റുള്ള മെസ്സേജുകൾ നമ്മൾ കേൾക്കാനായിട്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള കേൾവികൾ നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ബിൽഡ് ചെയ്യാത്ത, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പണിയാത്ത ഒരു വചനം നിങ്ങൾ കേൾക്കാൻ പോകരുത്. അത് ദൈവവചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിൽ ഉള്ള വാക്കുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കാര്യം ദൈവവചനം വിശ്വാസയോഗ്യമാകുന്നു. അതുകൊണ്ട് നമ്മളതിനെ നമ്മളത് തിരിച്ചറിഞ്ഞ് അപ്രകാരം നമ്മൾ തന്നെ ആയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാനിടയായിത്തീരും. എട്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ സകലതും ചെയ്ത് തീർത്തെന്ന് ഒരു വെളിപ്പാടോടെയാണ് വായിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇനി പുതുതായിട്ട് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സകലതും ദൈവം ഫിനിഷ്ഡ് വർക്കാണ്. ദൈവം സകലതും നമുക്ക് വേണ്ടി ക്രൂശിൽ നമുക്ക് പൂർത്തിയാക്കി തീർത്തു എന്നൊരു ധ്യാനത്തോടെയാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വചനം പറയുന്നു, 1 പത്രോസ് 2:24 പറയുന്നു, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെപ്പോഴാണ് സംഭവിച്ചത്? യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്കപ്പുറം അവൻ അടിയേറ്റത് മുഖാന്തരം ആ സൗഖ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ വചനം വായിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പലപ്പോഴും ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ദൈവം നമുക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയില്ല. സകലതും ചെയ്ത് തീർത്തു. അവൻ പിശാചിൻ്റെ പദ്ധതികളെല്ലാം തകർത്തു. അന്ധകാരത്തിൻ്റെ ശക്തികളെല്ലാം പിശാചിൻ്റെ തലയെ തകർത്തവനാണ്. അവൻ്റെ പദ്ധതികളെല്ലാം തകർത്ത് കളഞ്ഞതുകൊണ്ട് നാം ധൈര്യത്തോടായിരിക്കും. നമ്മൾ ഒന്നിനെ പറ്റിയും ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, വ്യാകുലപ്പെടരുത്. യേശു നമ്മെ സ്നേഹിക്കുകയാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അപ്പോൾ ആ ഒരു വെളിപ്പാടോടെയാണ് ജീവിക്കേണ്ടത്. ആ വെളിപ്പാടില്ല എങ്കിൽ ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു കഥ കേൾക്കാനുണ്ടായ ഒരു മനുഷ്യൻ ഒരു പുഴ നീന്തി ഡെയിലി അദ്ദേഹം നീന്തി കടന്നാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരു സ്ഥിരമായിട്ട് ആൾക്കാർ ഇങ്ങനെ പുഴ വഞ്ചിയിലും നീന്തിയൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പാലം അവരെന്ത് ചെയ്തു? കെട്ടാനിടയായി തീർന്നു. പക്ഷേ ഈ പാലം കെട്ടിയിട്ടും അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്തില്ല, അതിനെ അറിയാതെ വീണ്ടും ഈ നദി വീണ്ടും ക്രോസ് ചെയ്ത് ദീർഘവർഷങ്ങൾ എന്ത് ചെയ്തു?
ഈ ക്രോസ് ചെയ്താണ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ നനഞ്ഞ് ഈ തുണിയുമായിട്ട് ജോലിയിൽ വന്നും വരുന്നത്? അവിടെ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചൊരു കാര്യം, ആ പാലത്തെക്കുറിച്ച് എന്തില്ല? അറിവില്ല. അപ്പോൾ അറിവില്ല. അപ്പോൾ അറിവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പാടായി മാറും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സകലതും ചെയ്തു തീർത്തു എന്നൊരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കൺഫസ് ചെയ്യണം. ദൈവവചനം നമ്മൾ ഏറ്റുപറയണം. അല്ല, വിശ്വാസത്തിൻ്റെ വചനം ഏറ്റുപറയണം. അപ്പോൾ ദൈവവചനത്തിൻ്റെ വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ റോമർക്കെതിരെ ലേഖനം 10:10 പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം. അപ്പോൾ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് നമ്മൾ രക്ഷയ്ക്കായി ഏറ്റുപറയണം. ദൈവവചനം നമ്മൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥനകൾ പലപ്പോഴും ഇല്ല. പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നം വരുന്നതിൻ്റെ കാര്യം, കുടുംബത്തിനകത്ത് പലപ്പോഴും പ്രശ്നം വരും. കാര്യം ഭാര്യയും ഭർത്താവും മക്കളൊന്നും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യില്ല? പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത് എന്ത് ചെയ്യില്ല? പിശാച് പദ്ധതി ഇട്ടാലും അതെല്ലാം തകർന്നു പോകാനറിയാം. അപ്പം ദൈവവചനം പഠിക്കുകയും ആ ദൈവവചനം ഒരാൾ വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വളരാനായിട്ട് പറ്റും. അപ്പോൾ ദൈവവചനം ധ്യാനിക്കും തോറും അതിനെ ഏറ്റുപറയും തോറും ഹല്ലേലൂയ, അതിൽ വലിയ സൗഖ്യത നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റും. ഒരു ഭക്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വളരെ രോഗത്തോടെ പ്രയാസത്തോടെ ആയിരുന്ന സമയത്ത് ആ മനുഷ്യൻ എല്ലാ ദിവസവും സൗഖ്യത്തിൻ്റെ വചനം ഏറ്റുപറയുകയുണ്ടായി. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അദ്ദേഹം സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ എനിക്കറിയുന്നതായ ഒരു സഹോദരനുണ്ട്. കടത്തിൻ്റെ മേൽ കടം 60 ലക്ഷം രൂപ അടുപ്പിച്ച് കടമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഈ സാമ്പത്തികമായ മേഖലകളെ ജയിച്ചത് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയും, ആ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം പറയും, എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തീരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ടുള്ള വചനങ്ങളെ കണ്ടെത്തി താൻ പറയുമായിരുന്നു. തനിക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് താൻ പറയുമായിരുന്നു. തൻ്റെ വർക്കുകൾ തനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ താൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ സകല കടങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സകല കടങ്ങളും തീർന്നു. തനിക്ക് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. എന്തുകൊണ്ടെന്നറിയാം? ദൈവവചനം കൺഫസ് ചെയ്തുകൊണ്ട്. ഈ രാത്രി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ അതൊരു വലിയ ഒരു താക്കോല് പോലെയാണ്. അല്ലെങ്കിൽ ഈ താക്കോല് കൊണ്ട് നമ്മളൊരു വലിയൊരു കോട്ടയുടെ വാതിൽ തുറക്കുന്നത് പോലെയാണ് ദൈവവചനം നമ്മൾ കൺഫസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഏറ്റവും അവസാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നീതിബോധത്തിൽ നമ്മൾ ജീവിക്കണം. നീതിബോധം, റൈച്ചസ് ആണെന്ന്, നമ്മൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പാപം ചെയ്താൽ പോലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്കുണ്ട്. യേശുവിൻ്റെ രക്തം അത് സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ യേശുവിൻ്റെ രക്തത്തിലൂടെ ആണ് നമുക്ക് വിടുതൽ വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിടുതലുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് കുറ്റബോധത്തിൽ നമ്മൾ ജീവിക്കാതെ ഹല്ലേലൂയ നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കണം. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ നീതിയായ വ്യക്തിയാണ്. ഹല്ലേലൂയ. പാപം അറിയാത്ത യേശു ക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി പാപമാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ വലിയ കരുണ. സ്വന്തം നമുക്കൊരു പൈതലുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണ്ടി കൊടുക്കും? ഇല്ല. നമ്മൾ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതായ മനുഷ്യനെ അവൻ എത്രത്തോളം സ്നേഹിച്ചെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. ദൈവമാണ് തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനം 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ നാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നീതിയിലാണ് നമ്മളായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമുക്കിനി ശിക്ഷാവിധിയില്ല എന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ആയതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ച് ഹല്ലേലൂയ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ആ നീതിബോധത്തിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നതായ വ്യഭിചാരിണിയായ ആ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിച്ചതായ സ്ത്രീയുടെ അടുക്കൽ വന്നപ്പോൾ ആ സ്ത്രീയെ പറ്റി യേശു കർത്താവ് ഒരു കുറ്റവും പറഞ്ഞില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവളെ യേശു പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല? ശിക്ഷ വിധിക്കുന്നില്ല.
ഹല്ലേലൂയ, ശിക്ഷ എന്ത് ചെയ്യുന്നില്ല, ദൈവം വിധിക്കുന്നില്ല. സകലത്തെ നിർമ്മിച്ച ദൈവത്തിന് ശിക്ഷ വിധിക്കാമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യില്ല, ശിക്ഷ വിധിച്ചില്ല. നമ്മളെ കുറ്റവിമുക്തയാക്കി മാറ്റുകയാണ്. അതുപോലെയാണ് നമ്മൾ പാപം ചെയ്ത സമയത്ത് നമ്മെ ഹല്ലേലൂയ ശിക്ഷ അനുഭവിക്കേണ്ടത്. നമ്മളെ കൃപയാൽ ദൈവം നമ്മെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് തന്നു. അതുകൊണ്ട് ആ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ ദൈവവചനം ഇങ്ങനെ ഈ പോയിന്റുകൾ കൊണ്ടാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കേണ്ടത്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഞാൻ പറയട്ടെ, ഈ വചനം ഞാനിത് യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന സമയത്ത് ഇതിനെ ഒന്നുകൂടെ എടുത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കേട്ട് നോക്കണം. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും വെളിപ്പാടോടെ നിങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവവചനം എന്നോടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ വായിച്ചാൽ ഞാൻ പറയട്ടെ, വേദപുസ്തകം നമുക്ക് കൂടുതൽ വായിക്കുവാനായിട്ട് പറ്റും. ദൈവവചനത്തെ സ്നേഹിക്കാൻ പറ്റും. അത് ഇങ്ങനെ ഒരു വെളിപ്പാടോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം കൺഫസ് ചെയ്യുന്നവരായി മാറും. ഞാൻ പറയട്ടെ, ഇതിനകത്ത് രോഗത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, നിൻ്റെ കുടുംബം, നിൻ്റെ സാമ്പത്തികമായ മേഖലകളിൽ പരാജയമെന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, നിൻ്റെ പരാജയമുണ്ടോ, ഹല്ലേലൂയ, സാമ്പത്തിക മേഖലകളിൽ അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനം പറഞ്ഞ് നിൻ്റെ മുമ്പിലുള്ള പ്രശ്നത്തെ നിങ്ങൾ മാറ്റേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ വചനം ഇങ്ങനെ പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവന് എന്ത് ചെയ്യുന്നു, വേദന വർദ്ധിക്കും. ഹല്ലേലൂയ. ഒരുപാട് വേദനകളുണ്ട്. അത് കുറച്ച് നാൾ നമ്മൾ ഈ അന്യദേവനെ കൈക്കൊള്ളുമ്പോൾ അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നല്ല സന്തോഷമുണ്ട്, പിശാച് പല അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു, പല വലിയ നന്മകളൊക്കെ കൊടുക്കുന്നു. ഒരു ദിവസം പിശാച് എന്ത് ചെയ്യും, ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും. കാര്യം പിശാച് ശാപം പിടിച്ച വ്യക്തിയാണ്. അപ്പോൾ ശാപം പിടിച്ച വ്യക്തിയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ശാപം പിടിച്ച ഒരുത്തനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. അപ്പം അനുഗ്രഹം അനുഭവിച്ചവന് മാത്രമേ മറ്റുള്ളവനെ അനുഗ്രഹിക്കാൻ പറ്റൂ. ശാപത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അനുഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല. ആയതുകൊണ്ട് ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിൽ തന്നെ നമ്മളായിരിക്കും. അതുകൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളെടുത്ത് പറയട്ടെ, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവവചനം വ്യക്തിപരമായി ധ്യാനിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, വ്യക്തിപരമായി ദൈവവചനം കൺഫസ് ചെയ്യുന്നവരായിരിക്കണം. അത് ദൈവവചനം എന്നോടാണ് സംസാരിക്കുന്നത് എന്ന ഒരു ദൈവവചനത്തിനോടുള്ള സ്നേഹം, ആഴമായ ദൈവവചനത്തിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മൾ ഈ ലോകത്തിലുള്ള ഒത്തിരി പേപ്പറുകൾ, മാഗസിനുകളെല്ലാം വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. എന്നാൽ ദൈവവചനം വായിക്കാൻ, ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വചനങ്ങളൊക്കെ കേൾക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഈ രാത്രികാലം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി രാത്രി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ഈ രാത്രി പ്രാർത്ഥിക്കും, ദൈവവചനം വായിക്കാൻ പറ്റാതെ വേണം, ദൈവവചനം ധ്യാനിക്കാൻ പറ്റാതെ വേണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ നിറയപ്പെടാൻ പറ്റാതെ വേണം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ യഥാവി എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ശുദ്ധീകരിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കണമെന്ന് ഒരു വാക്ക് ദൈവത്തോട് പറയാമോ? ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം എപ്രകാരമാണ് ധ്യാനിക്കേണ്ടത്, ദൈവവചനം എങ്ങനെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഏത് വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ ധ്യാനിക്കേണ്ടത് എന്നൊരു കർത്താവെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഈ രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പേരുപേരായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ഈ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കടന്നു വരട്ടെ. അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളെല്ലാം തകർക്കണം, പൈശാചിക പോരാട്ടങ്ങളെ തകർക്കണം, ശാപങ്ങളെ കർത്താവ് തകർക്കണം, മുഖങ്ങളെ കർത്താവ് തകർത്ത് കളയണം. യേശുവിൻ്റെ നാമത്തെ അവരുടെ ജീവിതത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രികാലം കർത്താവ് ദൈവവചനം പഠിക്കുവാനും ധ്യാനിപ്പാനും ആഴമായ ഒരു വലിയൊരു ദാഹം അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. പരിശുദ്ധമായിട്ടുള്ള ആഴമായ ഒരു ദാഹം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്രകാരം ഒരു ജീവിതത്തിൽ കർത്താവ് ദൈവത്തെ സ്നേഹിപ്പാനും ദൈവവചനത്തെ അനുസരിപ്പാനൊക്കെ ഉള്ള കൃപ കർത്താവ് കൊടുക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ രാത്രികാലം കർത്താവ് അങ്ങനെ സഹായിക്കുന്നതിനോട് നന്ദി പറയുന്നു. രോഗങ്ങളെല്ലാം ഈ രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. രോഗത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നവർ നിങ്ങളെ രോഗമുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കൈവച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആ രോഗമുള്ള എല്ലാ കർത്താവെ അല്ലെങ്കിൽ അവയവങ്ങൾ കൈവച്ചിരിക്കുന്ന, ശരീരത്തിൽ കൈവച്ചിരിക്കുന്ന എല്ലാ അല്ലെങ്കിൽ രോഗത്താൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങളാകിയട്ടെ, പൈശാചിക ബന്ധനങ്ങളാകിയട്ടെ, അന്ധകാര ബന്ധനങ്ങളാകിയട്ടെ. ഇപ്പോൾ ആ രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന, ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീയാ നിറയപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ നിറയപ്പെടട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകളെ കർത്താവ് ഈ രാത്രി അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ സമാധാനത്തെ അയക്കുന്നതിനായി നന്ദി. കുടുംബ ജീവിതത്തിലുള്ള തകർച്ചകൾ മാറട്ടെ, പിശാചിൻ്റെ പദ്ധതികൾ തകരട്ടെ, അന്ധകാരത്തിൻ്റെ ശക്തികൾ തകർന്നു മാറി ഈ രാത്രി
പകൽക്കാലം ദൈവിക സമാധാനം കൊണ്ട് നിറയണം. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയണം. കർത്താവേ, സാമ്പത്തികമായിട്ട് അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ കർത്താവ് വഴികളെ തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിദേശത്തേക്ക് ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അവരുടെ ജോലികൾ, വഴികളും വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കാലങ്ങളെയും വർഷങ്ങളെയും പാഴാക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ദൈവിക വിടുതൽ വെളിപ്പെട്ട് വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രാത്രി കർത്താവ് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കണം. പ്രാർത്ഥനയായിട്ടിരിക്കുന്ന നന്ദി, മാനമഹത്വം നടത്തും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.